കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചും അവസാനം ജീവിതം എന്താണെന്ന് ഒരാളോട് ചോദിച്ചാൽ അയാൾ ജീവിത അവസാന കാലത്ത് ഇതേ പറയുകയുള്ളൂ, സ്നേഹമെന്നാണ്. മരണക്കിടക്കയിലേക്ക് അവസാന നിമിഷം നാളുകളെ എണ്ണുന്ന ഒരാൾക്ക് അതിനപ്പുറത്തേക്ക് ഒരു വാക്കുകൾ പറയാനുണ്ടാകില്ല. സ്നേഹമാണ് ജീവിതം, സ്നേഹമാകണം ജീവിതം. അങ്ങനെ മരണത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് ക്രിസ്തു പ്രവേശിക്കുന്ന വചനഭാവമാണ് നാം ഇന്ന് വായിച്ച് കേൾക്കുന്നത്. വചനം തുടങ്ങുന്നത് അവസാനത്തെ അത്താഴ സമയത്ത് യൂദാസ് പുറത്തു പോയി കഴിഞ്ഞ ശേഷം യേശു പറഞ്ഞു. എന്നിട്ട് യേശു തൻ്റെ പിതാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയും. പിതാവ് മഹത്വപ്പെടേണ്ട ആവശ്യത്തെക്കുറിച്ച് യേശു പറയും. ഏറ്റവും അവസാനം ഈ ഒരു വചനം പറഞ്ഞിട്ടാണ് ക്രിസ്തു അവസാനിപ്പിക്കുന്നത്. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവൻ. ഇങ്ങനെ തൻ്റെ ശിഷ്യന്മാരോട് ക്രിസ്തു ഇത് പറയുമ്പോൾ ഒരു കാര്യം തുടക്കമേ വ്യക്തമാണ്, യൂദാസ് അവിടെയില്ല. യൂദാസ് ഇല്ലാതിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് യേശു ഈ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത്? പാദം കഴുകിയപ്പോൾ യൂദാസ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ആ പാദത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യൂദാസ് അവിടെ ഇല്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വിചിന്തനത്തിൻ്റെ ആദ്യ പടി ഇതുതന്നെയാണ്. യേശുവിന് ഒരു കാര്യം നന്നായിട്ടറിയാം, സ്നേഹം ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായി വ്യാഖ്യാനിച്ച ഒരാളാണെന്ന നിലയിൽ ഇനി ആ സ്നേഹത്തിൻ്റെ പേരിൽ ഒരാൾ പോലും തലകുനിയാൻ പാടില്ല. ഒരിക്കലും സ്നേഹത്തിൻ്റെ പേരിൽ ഒരാൾ തലകുനിയരുത് എന്നൊരു വാശി ക്രിസ്തു സൂക്ഷിച്ചതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ചിന്ത. യേശുവിന് നന്നായിട്ടറിയാം, പാദം കഴുകൽ കഴിഞ്ഞു, ഇനിയുള്ളത് സ്നേഹത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പാദം കഴുകൽ അവൻ്റെ പാദത്തിൽ തൊടും, പക്ഷേ ഈ വാക്കൊരു പക്ഷേ ഹൃദയത്തിൽ തൊട്ടാൽ അവൻ കരയും. അവൻ യേശുവിന് മുമ്പിൽ കുറ്റവാളിയെപ്പോലെ നിൽക്കേണ്ടി വരും. അവൻ വേദനയോടെ എല്ലായ്പ്പോഴും ഈറനണിയേണ്ടി വരും. അങ്ങനെ തൻ്റെ മുമ്പിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ തലകുഞ്ഞ് നിൽക്കാതിരിക്കാൻ അവനില്ലാത്തപ്പോൾ യേശു സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം അവൻ്റെ ജീവിതത്തിൽ സ്നേഹമില്ലായിരുന്നല്ലോ. പ്രിയമുള്ളവരെ, സ്നേഹത്തിൽ ക്രിസ്തു പഠിപ്പിച്ച ഏറ്റവും മനോഹരമായൊരു പാഠം ഇതാണ്, തൻ്റെ പ്രിയപ്പെട്ടവർ തലകുനിയാതിരിക്കട്ടെ. അങ്ങനെ കൂടെയുള്ള മനുഷ്യരുടെ തെറ്റുകളിൽ പോലും അവർ തലകുനിയാതിരിക്കാൻ, അവർ തങ്ങളെ തന്നെ മോശക്കാരായി ചിന്തിക്കാതിരിക്കാൻ, അവർ അവരെ തന്നെ കുറ്റബോധത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ യേശു അവരെ തല ഉയർത്താൻ അനുവദിച്ചു നിന്നു. ഇങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ പാഠം ക്രിസ്തു ഈ ഭൂമിക്ക് പഠിപ്പിച്ചു. അങ്ങനെ അവസാന നിമിഷം പോലും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ തലകുനിയാതിരിക്കാൻ ക്രിസ്തു നടത്തിയ ഏറ്റവും മനോഹരമായ ഒരു ഇടപെടലാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം വായിച്ചു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ആഗ്രഹിച്ച സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ പാഠത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, സ്നേഹം ആനന്ദമായിരിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സഹോദരരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. കാരണം ആ സ്നേഹത്തിനിടയിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉള്ളിൽ ആനന്ദം സൂക്ഷിക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ ജനന സമയത്ത് മനോഹരമായ മാലാഖയുടെ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഇങ്ങനെയായിരുന്നു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അങ്ങനെ സ്നേഹം ഈ ഭൂമിയിൽ ജാതനാകുമ്പോൾ ആ സ്നേഹം അറിയിക്കണമെന്നത് സന്തോഷത്തിൻ്റെ വലിയൊരു സദ്വാർത്തയാണ്. പ്രിയമുള്ളവരെ, ഈ കൂടെയുള്ള മനുഷ്യരുടെയൊക്കെ ഉള്ളിൽ എങ്ങനെ സന്തോഷം നിറയ്ക്കാം എന്നൊരു ചിന്ത കൂടി ക്രിസ്തുവിൻ്റെ ജീവിതം നൽകുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് അയാളെ ഭൂമിയിൽ മനുഷ്യർക്ക് സന്തോഷം നൽകി കടന്നുപോയത് എന്ന് ധ്യാനിക്കുന്നതാണ് നല്ലത്. തൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞുകൊണ്ടിരുന്ന എല്ലാ മനുഷ്യർക്കും കണ്ണുനീർ തുടച്ചു മാറ്റിയ ഒരു ക്രിസ്തുവിനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും മുൻപിലുള്ള മനുഷ്യരുടെ ഉള്ളിൽ അല്പം സന്തോഷം വിതച്ച് ആ കണ്ണുനീർ തുടച്ചു മാറ്റിയതാണ് ക്രിസ്തു ചെയ്ത ഏറ്റവും മനോഹരമായ അത്ഭുതം. അങ്ങനെ കണ്ണുനീർ മാറ്റണമെന്ന് ആഗ്രഹിച്ച് അവൻ ചെയ്ത കാര്യങ്ങളെയാണ് ഈ ലോകം അത്ഭുതമെന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തിൻ്റെ ഒരു ഞായറാഴ്ച ധ്യാനിക്കുമ്പോൾ നമ്മൾ പരസ്പരം ചെയ്യേണ്ടതും അത്ഭുതങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും മിറക്കിളാണെന്ന് ചിന്തിക്കുന്നൊരിടത്താണ് നമുക്ക് മറ്റുള്ളവരുടെ ഉള്ളിൽ സ്നേഹം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഈ മരണത്തിലേക്ക് തള്ളി വീഴപ്പെട്ട ചില മനുഷ്യരൊക്കെ ഉണ്ട്. മരണത്തിലേക്ക് തന്നെ തള്ളി വീഴ്ത്താൻ ആഗ്രഹിക്കുന്ന ചില മനുഷ്യരുണ്ട്. ഇങ്ങനെ ഇനി എന്തിന് എന്നൊരു ചോദ്യത്തിന് മുമ്പിൽ ചില മനുഷ്യരൊക്കെ നിൽക്കുമ്പോൾ അവർ ഇനി കുറച്ചും കൂടി യാത്ര ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് മരണത്തിൻ്റെ പാതയിൽ നിന്ന് കരം പിടിച്ച് മറ്റൊരു പാതയിലൂടെ നയിച്ചു കൊണ്ടുപോകാൻ നിങ്ങളുടെ കരങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവർ കുറച്ചും കൂടി മുന്നോട്ട് നടക്കാൻ ദൂരെ ഒരു പ്രകാശം കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
ഒരു ഇരുട്ട് നിഴലിച്ച് കിടക്കുമ്പോൾ ആ ഇരുട്ടിൻ്റെ പാതയിൽ ഒറ്റയ്ക്കല്ല ഞാനും കൂടെയുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ആ ഇടപെടലിൻ്റെ പേരാണ് സ്നേഹം. അങ്ങനെ ഇടപെട്ട ക്രിസ്തുവിനെ ധ്യാനിക്കുകയാണ് നാം. ഒരാളുടെയും ജീവിതത്തിൽ ഒന്നും അവസാനിച്ചിട്ടില്ല എന്നും ഇനിയും കുറച്ചും കൂടി യാത്ര പോകാനുണ്ടെന്നും ക്രിസ്തു ഈ ഭൂമിയെ വളരെ മനോഹരമായി പഠിപ്പിച്ചു. മൂന്നാമതായിട്ട്, ഒന്നും നഷ്ടപ്പെടുത്താതെ ഇരട്ടിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു സ്നേഹത്തിൻ്റെ കഥ. താലന്തുകളുടെ ഉപമ ക്രിസ്തു പറയുമ്പോൾ അത് വളരെ മനോഹരമായ സ്നേഹത്തിൻ്റെ ഉപമയാണെന്ന് വ്യാഖ്യാനിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഒരു യജമാനൻ തൻ്റെ ശിഷ്യന്മാർക്ക് കുറേ താലന്തുകൾ നൽകിയെന്ന് പറയുന്നതിനേക്കാളും അപ്പുറം സ്നേഹങ്ങൾ നൽകി കടന്നുപോയി തിരിച്ചു വന്ന് ചോദിക്കുമ്പോൾ എത്ര സ്നേഹത്തെ നീ സൂക്ഷിച്ചു, അതിനെ ഇരട്ടിച്ചു എന്നൊരു കണക്ക് നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിൽ ചോദിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നൽകിയ ഒരു മനുഷ്യരെയും നഷ്ടപ്പെടുത്താതെ ആ സ്നേഹങ്ങളൊക്കെ ഇരട്ടിപ്പിച്ചൊരു കഥ പറയേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത ഏറ്റവും മനോഹരമായ കാര്യം അത് തന്നെയാണ്. കുരിശുമരണത്തിലൂടെ ഭയന്നോടിയവരും വിറച്ചോടിയവരും ജീവനും കൊണ്ട് ഓടിയവരൊക്കെ അവൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷേ ഉദ്ധാനശേഷം അവരെല്ലാവരുടെയും പിന്നാലെ പോയി അവരെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചും അവരുടെ കൂടെ അത്താഴം പങ്കിട്ടും അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടും അവരോട് മനോഹരമായ വാക്കുകൾ കൊണ്ടുമൊക്കെ തിരിച്ചെടുത്ത് അവരെ കുറച്ചും കൂടി ബലപ്പെടുത്തിയ ഒരു ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഒരു കാര്യം കൂടി ഭൂമിയിൽ പഠിപ്പിച്ചു: സ്നേഹമെന്നാൽ ഇരട്ടിപ്പിക്കൽ കൂടിയാണ്. അങ്ങനെ സ്നേഹം എങ്ങനെ പരസ്പരം പങ്കുവയ്ക്കണമെന്ന് ക്രിസ്തു ഈ ഭൂമിയെ പഠിപ്പിക്കുമ്പോൾ നമ്മളുടെയൊക്കെ ഹൃദയങ്ങളെ ഭേദിപ്പിക്കേണ്ട ഒരു വാക്ക്: നമ്മളുടെയൊക്കെ സ്നേഹം സ്നേഹിക്കപ്പെടുന്നുണ്ടോ? സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹം പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, സ്നേഹം പരസ്പരം തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ, സ്നേഹം പരസ്പരം വഞ്ചിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ അത് സ്നേഹമാകും? പ്രിയമുള്ളവരെ, സ്നേഹം സ്നേഹിക്കപ്പെടട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.